ഇതിപ്പോ ആകെ കൊള്ളായല്ലോ. ഇവളിപ്പോ എന്തിനാ ഈ ഷോ കാണിച്ച് ഇങ്ങനെ താല്പര്യമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ആടാ ഇനി ആ കൊച്ചിനെ നെഞ്ചത്ത് കയറി. നിന്നെ മറ്റോള് കാണിച്ചു തന്നെ ഒരു കുഴപ്പമില്ലല്ലോ. എടാ ആ ലിസ അവളെ ഒരുപാടായിട്ട് ഇൻസൾട്ട് ചെയ്ത കാരണോണ്ടാണ് അവിടെ അവ ഇങ്ങനെയെങ്കിലും കാണിച്ചത്. അവളായ കാരണമുണ്ട് നിങ്ങൾ മോതമരണം കൊടുത്തു വിട്ടെന്ന് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ. ഇത് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അടിയാവണ്ട ജിമിനെ. ഇത് സോൾവ് ചെയ്യാൻ നിനക്ക് പറ്റും. നിനക്കറിയാം ലിസ കാണിക്കുന്ന തോന്നിവാസാണ്. എപ്പോഴും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിരിക്കരുത് പ്ലീസ്. സോ മൂവ് ഓൺ. നിന്നെ എന്ത് പരിപാടിയാണ് കാണിച്ചത്? കാര്യം ശരി, അവള് ചെയ്ത തെറ്റാ. അതിന് നീ ഇങ്ങനെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. എടി, ഡാൻസ് നിന്റെ പാഷനാണ്. ഏതൊരു എപ്പരാച്ച് എന്തോ പറഞ്ഞു വെച്ചിട്ട് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളയണമെന്നുണ്ടായിരുന്നു ഹോബി. ഹോബി ശരി പറയുന്നതിലും ചെറിയൊരു കാര്യമുണ്ട്. ഓ, ഇപ്പൊ തെറ്റുമൊത്തം എന്റെ. എടി, എനിക്കുണ്ട് കുറച്ച് സെൽഫ് റെസ്പെക്ട് ഒക്കെ. എല്ലാവർക്കും അത് മറന്ന് നിന്നിട്ടേ ഉള്ളൂ ഞാൻ. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും. ഇവിടെങ്കിലും ഒന്ന് ജയിക്കട്ടെ ജീനി ഞാൻ. ശരി, ഇത്ര റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നും അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നേക്കാം. പക്ഷെ അവളവിടെ പറഞ്ഞു കേട്ടപ്പോ അവിടെ എന്റെ ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇനി ഇത്രയൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ അവരുടെ മുന്നേ പോയി സോറി ചോദിക്കണം, എന്നിട്ട് എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണോ? വേണോ? അതായത് എന്നെ ടെൻഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങള്. അത് ശരി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക്. ഞങ്ങൾ നിന്നെ ഫോഴ്സ് ചെയ്യില്ല. നിർത്തിക്കേ. ഞാനൊരു കാര്യം പറയാം ഹോബി, നീ എത്ര അവരോട് വേണ്ടാന്ന് പറഞ്ഞാലും നീ അല്ലാതെ വേറൊരു ചോയ്സ് അവർക്കില്ല. അവര് വരും, നിന്റെ മുന്നിക്ക് അവര് വരും. കുറച്ച് സമയം കൊടുക്കും. അവസരം നീ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഈ അവസരം വേറെ ആരിലേക്കും പോയില്ല, അത് നിന്നിലേക്ക് എത്തും. എന്റെ പൊന്നേ, നിന്റെ പെണ്ണുടെ തലയിൽ ഇത്രയും ബുദ്ധിയാണ്. നീയോ വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ നിന്റെ തലയിൽ ഇരുട്ട പറ്റിയല്ലാതെ വേറൊന്നും തെളിയാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. കാട്ടുപൂച്ച നിന്റെ ഡാഡാ നിർത്ത്. എടോ ഹോബി, തന്റെ പെർഫോമൻസ് കലക്കി. ഡാൻസ് മാത്രല്ല ബാക്കിയുള്ളത്. ഞാൻ പറഞ്ഞ ഏതാന്ന് എനിക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ പറയണമൊക്കെ ഞങ്ങൾ മാറുന്നു കേട്ടായിരുന്നു. എലീസ പറഞ്ഞ പോലെ ഈ അവസരം തനിക്കുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് താനല്ലാതെ വേറൊരു ചോയ്സും ഇല്ല. അവിടെ കുറച്ച് സമയം കൊടുക്കും, അവർ തന്റെ മുന്നിലേക്ക് തന്നെ എത്തും. പിന്നെ ജിമ്മി, അവനെ ചുമ്മാ യപരാശായിട്ട് കമ്പാരിസൺ ചെയ്യരുത്. ആരുടെയോ കാലക്കേടിന് അവൻ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ എന്താ അവിടെ ഇങ്ങനെ പറയാം, ബാല്യകാല സുഹൃത്ത് അങ്ങനെ എന്തോ ആയിപ്പോയി. അവന്റെ കഷ്ടകാലം. അതുകൊണ്ട് അവിടെ ഈ ചെയ്യുന്ന ഓരോ ചുപ്പിടിറ്റിക്കൊന്നും അവനൊന്നും പറയാൻ പറ്റാത്ത. അത് താൻ കാര്യമൊക്കെ എടുക്കണ്ട. തന്റെ ഡാൻസിൽ അവൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ പൊന്നിയാളാ, ഇങ്ങനൊക്കെ സംസാരിക്കാറില്ല. എന്തേലും മൊഴിഞ്ഞായിരുന്നു? എന്റെ പൊന്നെ, ഞാനൊരു ആത്മകഥാഗതം പറഞ്ഞതാണ്. ഞാൻ കണ്ടിടത്തോളം വെച്ച് താൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇങ്ങനെ തന്നെ പൊക്കോട്ടെ. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു ദോഷമുള്ളത് ചില നിർദ്ദിഷ്ട ജീവിയോ, ഞാൻ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള തന്റെ കൂട്ടം അതൊന്നും ഒഴിവാക്കിയ താൻ പെർഫെക്റ്റ്. അപ്പൊ ശരി, ബൈ. അയ്യടാ, ഇതിന് മാത്രം കോമഡി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ശരി. ഡി, ആദ്യം തന്നെ നിന്റെ ചേട്ടൻ നികൃഷ്ടജീവിനെ എങ്ങനെ പറയാന്ന് പഠിപ്പിച്ചു കൊടുക്കടി. അല്ല പിന്നെ നികൃഷ്ടജീവി കൂടെ നികൃഷ്ടജീവി. ആറ് നികൃഷ്ടജീവി ഞാൻ കാണിച്ചിട്ടോ പന്ന കടുവേ. അയ്യോ, ഒരു കാര്യമുണ്ട്. നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. പൊക്കോ. അതിന്റെ നീയും കൂടെ പോണേ. എടി, ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് റീയൂസ് ചെയ്യാനായിട്ട് മറന്നുപോയി. കുറച്ചധികം ദിവസമായി എടുത്തിട്ട്. ഇനിയിപ്പോ അത് റീയൂസ് ചെയ്തില്ലെങ്കിൽ മതിയോ തള്ളച്ചിക്ക് ഫൈൻ മേടിച്ച് വെക്കാനായിട്ട്. നിങ്ങൾ നടന്നേക്കാം, ഞാൻ വന്നേക്കാം. എടി, ഞാനും കൂടെ വരാം. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ കൂക്കി, ഞാൻ പെട്ടെന്ന് പോയിച്ച് വരാം. നിങ്ങൾ അവിടെ ചെല്ലും, വെയിറ്റ് ചെയ്യും. ഇതെന്റെ ഉള്ളിൽ ആരുമില്ലേ? ക്ലോസിന്റെ സമയമായിട്ടില്ലല്ലോ. ദൈവമേ, മാം അങ്ങനെ പോയി കാണും. ഉള്ള ചെന്നോക്കാം. മാം, മാം, ഇവിടെ ആരും കാണാനല്ലോ. നോക്കട്ടെ.
അതിങ്ങനാ ഈ പെണ്ണ്. താനെന്തോട് ശ്വാസം പിടിപ്പിച്ച് കൊല്ലാൻ വന്നിക്കോണോ? എന്റെ അമ്മേ, എന്തൊരു പെടുത്തോ. അതൊക്കെ എന്റെ പൊന്നു കൊച്ച മാം ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, വിളിച്ച് വരുത്തല്ലേ. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. പിന്നെ കൂടെ മിണ്ടാന്ന് വന്നിട്ടാണോ കാര്യം ഉണ്ടാക്കാൻ വരുന്നേ? അല്ല അതിരിക്കട്ടെ, എന്തു പറയാനാ വന്നേ? എത്ര പേര് കൊതിച്ചിരിക്കുന്ന ഒരു അവസരമാണെന്നറിയോ ഹോബി? താൻ ഒരു നിമിഷം കൊണ്ട് പുറങ്കാലോട് തട്ടിക്കളഞ്ഞത്. തനിക്ക് എന്താണ് പ്രോബ്ലം? എന്റെ പൊന്നു ചേട്ടാ, അവിടെ വെച്ച് പറഞ്ഞത് തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ അതല്ല, ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി. തന്റെ ചേട്ടന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ ലീസ, എല്ലാവരുടെ മുന്നേ വെച്ച് പബ്ലിക്കായിട്ട് അവരെന്നെ വഴക്ക് പറഞ്ഞു. അവരുടെ ഒക്കെ മുന്നേ വെച്ചിട്ടൊരു സോറി പറയട്ടെ. ഇമ്പോസിബിൾ. എടോ, താൻ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. അവള് നിന്നെ പബ്ലിക്കിൽ വഴക്ക് പറഞ്ഞു, അതുപോലെ നീ അവള് തിരിച്ചു പറഞ്ഞതായിരുന്നല്ലോ ഡാൻസ് സ്റ്റുഡിയോ വെച്ചിട്ട്. ഇനി അവളൊരു സോറി പറച്ചിലിന്റെ ആവശ്യമുണ്ടോ? ഇനിയിപ്പം അവള് നിന്നോട് ഇതിന് വന്ന് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ നീ തിരിച്ചു അവളോടൊരു സോറി ചോദിക്കേണ്ടി വരും ഹോബി. എന്തിനാ ഇതിനൊക്കെ നിക്കുന്നേ? തനിക്ക് ആവശ്യമില്ലായിരിക്കും, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. സോറി കേൾക്കാതെ ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുക്കില്ല. പിന്നെ ഈ അവസരം കൊതിച്ചടക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ടെന്നാലും പറഞ്ഞേ, അവരെങ്ങോട്ട് ഏൽപ്പിച്ചോണം. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ പറഞ്ഞതും നേരത്തെ പറഞ്ഞതല്ലാതെ ഇനി ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ താല്പര്യമില്ല. സോ പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. എന്നോടൊന്നും മര്യാദയുടെ പക്ഷേ പറഞ്ഞാ നിക്കടി അവിടെ. എന്റെ കയ്യിന്ന് വിടണോ പട്ടി, എന്തൊരു വേദന. ഒട്ടങ്ങി നിക്കടി. നീ എന്താ പരാലിന്റെ ജന്മം? വഴുതി പോണ കയ്യിന്ന് വിടടോ മകനെ, എന്റെ കൈ വേദനിക്കുന്നത്. പറയടി, നിനക്കെന്താ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത? സോറി കേട്ടാ മാത്രം നീ പങ്കെടുക്കണമെന്നുണ്ടോ? അതല്ലടോ, പറഞ്ഞതിനെ കൂടെ പറ്റില്ല. സോറി പറയാണ്ട് ഞാൻ ഡാൻസ് കളിക്കത്തില്ല. നീ ഡാൻസ് കളിക്കില്ലേ? താനെന്തിനാണ് അടുത്തോട്ടൊക്കെ വരുന്നേ? നീ പറ, നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ലേന്ന്. ഇനി അടുത്തോട്ട് വന്നാൽ ഞാൻ ആൾക്കാരെ വിളിച്ചു വിടും, പറഞ്ഞേക്കാം. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ദൂരെ നിന്ന് സംസാരിക്കൂടെ താനെന്തിനും മെക്കെട്ട് കയറി വരുന്നേ? താൻ എന്തുദ്ദേശിക്കുന്ന വൃത്തികെട്ടവൻ, മാറിക്കോടുന്ന. അയ്യോ, ആരെയും ഓടി വരണേ, രക്ഷിക്കണേ. ഈ വൃത്തികെട്ടവൻ തന്നെ ബലാത്കാരമായി എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നേ, ഓടി വരണേ. മിണ്ടാതിരിക്കടി. ഓ പിശാജ്. അതെ, ഇപ്പൊ ഞാൻ വിടുക, നിന്നെ ഞാൻ എടുത്തോളാം. പിന്നെ ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ നീ എന്തായാലും പങ്കെടുക്കേണ്ടി വരും. ഇതിപ്പോ എന്റെയും കൂടി ആവശ്യം. ചെല്ലു, ഇങ്ങോട്ട് വാ, എടുക്കാൻ ഞാൻ നിന്നേരാം. നിക്കൂടി ഇവിടെ. കുഞ്ഞോടെ വാ പോവാ. എടാ ഞാൻ പോട്ടെ, ബൈ. ഹോയി വരുമ്പോ പറഞ്ഞേക്കണേ. എന്താണ് ലിസ, പോവാണ? ഞാനും വരട്ടെ. തരണ്ട ഞാൻ കൊണ്ടും പൂച്ചേ. ഓ ശൂഷ്പണക, കേറി പൊടി. അലജിനി എവിടെ ഹോബി? പിന്നെ ചേട്ടാ, അവള് ലൈബ്രറി വരെ ഒന്ന് പോയേക്ക. ഞാൻ അന്വേഷിച്ചതായി പറഞ്ഞേക്കണേ. ഓ ശരി. ഡി മോയിലുമല്ലി, നിന്നെ തന്നെ. മോയിലും തന്റെ കുറ്റോളും മുറ്റപ്പിന്. നാളെ വരുമ്പോഴേ മോള് ഒരു ഫ്ലാസ്ക് നിറച്ച് ചുക്ക് കാപ്പി കൊണ്ടുവന്നാ മതി. നാളോട്ട് നമ്മുടെ പ്രാക്ടീസ് കൊടുക്കണം, കേട്ടോ? ആ കേട്ടു. ശരി. നടന്ന് കിട്ടിയത് ഇമാതിരി ഫ്രണ്ട്സിനെ നിനക്ക്. എന്റെ കൂട്ടുകാരൊക്കെ എന്തൊരു കുഴപ്പം? ഓ ഒരു കുഴപ്പമില്ല. ആ ഹോബിയും ജീനൊക്കെ എന്ത് നല്ല പിള്ളേരാ. ഇതാ നിക്കണണ്ടല്ലേ, വ്യാകുലമാധവന്റെ മുഖം, യുവദാസന്റെ സ്വഭാവം. എന്തിനാ പാവല്ലേ എന്റെ കുക്കി? ഓ പിന്നെ ഭയങ്കര പാവ, ഉറങ്ങുമ്പോഴാന്ന് മാത്രം ഒന്ന് പോവണ്ണേ അവിടുന്ന്. ഇവളെ ഞാൻ ചുണ്ണാമ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. ഈ അടുത്തന്നെ ഞാൻ അവളെ അടുത്ത് മുറുക്കും. മുറുക്കുന്നതൊക്കെ കൊള്ളാം. ഈ മുറുക്കുന്ന ശീലി മനുഷ്യന്മാരുടെ ഹെൽത്തിന് ഹാംഫുൾ ആണ്. അതിന്റെ പരിമിത ഫലങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ഇച്ച മുറുക്കിക്കോ. ഡി വേണ്ട കേട്ടോ. ചുമ്മാതല്ലേ ഇച്ച.